കണ്ട് പരിചയമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നല്ല രസമായിട്ടുണ്ട്. യൂഷ്വലി ഉള്ള പോലെ അങ്ങ് വെറും ഭക്തി മാത്രമാക്കാതെ കുറച്ച് ത്രില്ലിംഗ് പരിപാടി, ത്രില്ലർ പരിപാടിയൊക്കെ. അതെ, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതില്. കുറച്ച് എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു ഫുൾ അയ്യപ്പ സിനിമ എന്നുള്ള രീതിയിൽ കാണാണ്ട് കുറച്ച് എന്നാലും വളരെ ഫാസ്റ്റായിട്ട് സിനിമ പോകുന്നുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അതിൽ പാട്ടുകളൊക്കെ കുറേയും കൂടി നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ട് കുറച്ച് ഫീലിങ്സ് ഒക്കെ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ വേറൊരു ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടുള്ള ഒരു കൊച്ചുകുട്ടിയുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. നല്ല പൊതുവെ ഇപ്പം ഇത്തരം ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കാറ്റഗറി മാത്രം ടാർഗറ്റ് ചെയ്തായിരിക്കും സിനിമ ഇറങ്ങുന്നത്, ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത സിനിമ ഇറക്കുന്നത്. ഇത് അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു സിനിമയാണോ അതോ ഈ പറഞ്ഞ പോലെ തന്നെയായിരിക്കും? അല്ല, സിനിമ വിജയിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന സിനിമയായി മാറുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ സിനിമ അങ്ങനെയാണല്ലോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏത് രീതിയിലുള്ള സിനിമയാണെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും സിനിമയാണ്. അത് എന്താ പറയുക, അപ്പോൾ കുറേ ആളുകളുടെ ഭാഗ്യം പോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഈ ഒരു മണ്ഡലകാലം എന്നുള്ള രീതിയിലൊക്കെ കുറച്ചും കൂടി എഫക്റ്റ് ആവുന്ന സംഭവമാണ്. കണ്ടിരിക്കാം, വേറെ ബോറടി ഇല്ലാണ്ട് കണ്ടിരിക്കാം. പിന്നെ ഈ പറയുന്നത് ഏത് സിനിമയാണ്, നല്ല സിനിമകൾ എത്ര സിനിമ ഓടാണ്ട് പോകുന്നു. അതുപോലെ ഇത് ഒരല്പം ഒന്ന് ആളുകൾ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ മാളികപ്പുറം സിനിമ ഉണ്ടായിരുന്നല്ലോ, അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കയറി. അപ്പോൾ അതേപോലെയൊക്കെ ഒരു എഫക്റ്റ് വരാൻ സാധ്യതയുള്ള സിനിമയാണ്, തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യവും കൂടി ഉണ്ടെങ്കിൽ കയറിപ്പോരും.